ഹലോ ഗൈസ്, ഇന്നൊരു പഴമയുടെ കഥ കേട്ടാലോ? അതായത് നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഈ പൊടി വാങ്ങിക്കുക, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, കാപ്പിപ്പൊടി മേടിക്കുക എന്നുള്ളത് ഭയങ്കര അപൂർവമായ കാര്യമായിരുന്നു. ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നില്ലെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല, ഇതൊക്കെ ഈ റെഡിമെയ്ഡ് പൊടി വാങ്ങിക്കുക എന്നുള്ളത് അപൂർവമായിരുന്നു. പണ്ടൊക്കെ വിഷു വരുന്നു, ഓണം വരുന്നത് കലണ്ടറെ നോക്കണ്ട, നമ്മുടെ വീട്ടിലെ സ്മെല്ലുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതായത് വിഷുവോ ഓണോ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഈ ഏരിയയിലുള്ള ആൾക്കാർ ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി ഈ പൊടികൾ, ഈ മുളക് പൊടി, മല്ലിപ്പൊടിയും കാപ്പിക്കുരും ഒക്കെ മേടിച്ചിട്ട് വന്ന് വെയിലത്തിട്ട് അത് ഉരലിൽ കുത്തി പൊടിയാക്കി വെക്കും. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചക്കയപ്പം അല്ലെങ്കിൽ വത്സന്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വാഴയിലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഇവൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതായത് ഇപ്പം മഴയും വെള്ളമൊക്കെയാണ്, ചക്കയ്ക്ക് വലിയ മധുരമില്ല, പിന്നെ വെക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഇത് വെക്കുന്നില്ലായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച അമ്മ കുറച്ച് ചക്ക ഉള്ളായിരുന്നു, കുറേ അരിപ്പൊടി, കുറച്ച് ശർക്കര ഇട്ടൊരു തട്ടിക്കൂട്ട് ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അതായത് നമ്മൾ പൊടിയുടെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മളുടെ മുളക് മേടിച്ചപ്പോഴത്തേക്ക് അത് പൊടിക്കാൻ, വെയിലത്തിട്ട് പൊടിക്കാൻ വെയിലില്ലായിരുന്നു. അപ്പം അമ്മ കുറച്ച് മുളകെടുത്ത് നമ്മുടെ ചീനിച്ചട്ടിയിൽ വറുത്ത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിച്ച് അല്പം വെള്ളം ഒഴിച്ച് അരച്ച് കറി വെച്ചു. എൻ്റെ ഗൈസ്, എന്തെന്നില്ലാത്ത കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാക്കിലേക്ക് ഒരു ടേസ്റ്റ് വന്നൊരു പ്രതീതി തോന്നുന്നു. മധുരം കുറവാണെങ്കിലും അമ്മ രാത്രിയിൽ ഉണ്ടാക്കിയല്ലേ, കഴിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ അമ്മ ചട്ടി കൊണ്ട് ചിലപ്പോൾ തലക്കെട്ടടിച്ചാലും. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് നല്ലതാന്നുള്ള രീതി തലയൊന്ന് നാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ മുഖം തെളിഞ്ഞു. വീണ്ടും നമ്മുടെ വിഷയത്തിന് തെന്നി മാറി. ഈ ഇലയുടെ സമ്മതിക്കത്തില്ല, എന്ത് ചെയ്യാനാ. അപ്പം നമ്മുടെ മുളക് പൊടി അങ്ങനെ വെച്ചതോടുകൂടി എന്തോന്നില്ലാത്തൊരു ടേസ്റ്റ് വന്നു കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നത് കുറവാണ്, നമ്മളിങ്ങനെ മുളക് മേടിച്ച് പൊടിച്ചാണ് വെക്കാറ്. എന്നിട്ട് പോലും അതിനെ മറികടക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടായത്. എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകും സാദാ മുളകും ചീനിച്ചട്ടിയിലിട്ടൊന്ന് വറുത്ത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ടേ. നല്ല നാടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഈ മസാലക്കൂട്ടുകളും ഈ മുളക് പൊടിയുടെ മിക്സും അരച്ച് ചേർത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. കാരണം നോർമൽ വറക്കുന്ന ഒരു സ്മെല്ലും ഇത് വറക്കുന്ന ഒരു സ്മെല്ലും നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്താ ഒരു സ്മെല്ലെന്നറിയാമോ ഈ ഒരു എണ്ണയിലേക്ക് ഈ ഒരു ചെമ്മീൻ. ഞാൻ സാധാരണ ചെമ്മീൻ കഴിക്കില്ല, കാരണം എനിക്ക് അലർജി ഉള്ളതാണ്. എങ്കിൽ പോലും ഞാൻ ടേസ്റ്റ് ചെയ്ത് രണ്ടെണ്ണം കഴിച്ചു നോക്കി കേട്ടോ, കാരണം അത്രയ്ക്കും നല്ല സ്മെല്ലായിരുന്നു ഗൈസ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മുളക് മേടിക്കുന്ന സമയത്ത് കുറച്ച് മുളക് എടുത്തൊന്ന് വറുത്ത് മിക്സിയിലിട്ട് അരച്ച് കറി വെച്ച് നോക്കുക ഗൈസ്. എന്തെന്നില്ലാത്തൊരു പഴമയുടെ ടേസ്റ്റ് നമ്മുടെ നാക്കിലേക്ക് വരും കേട്ടോ. ഇതൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലം മിസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.